നമ്മുടെ പ്രദീപിന്റെ LIK സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക്. LIK ലവ് ഇൻഷുറൻസ് കമ്പനി, SJ സൂര്യ, കീർത്തി ഷെട്ടി, അതുപോലെ തന്നെ നമ്മുടെ പ്രദീപ് രംഗാനാഥൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചത്. പടത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ ഓൾമോസ്റ്റ് 24,24,00,000 5 ദിവസം കൊണ്ട് കാണാൻ സാധിക്കുന്ന ഗ്രോസ് ആയിട്ട്. കർണാടകയിൽ 3,35,00,000. തെലുങ്കിലൊക്കെ സിനിമയ്ക്ക് 6,85,00,000. കേരളത്തിൽ സിനിമയ്ക്ക് 62,00,000. അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 53,00,000. ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഡൊമസ്റ്റിക് കളക്ഷൻ 35,61,00,000. ഇനി ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓവർസീസിൽ 10,40,00,000. അങ്ങനെ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 5 ദിവസം കൊണ്ട് 46,01,00,000. കളക്ഷൻ വളരെ പതുക്കെ ഒച്ചഴയുന്ന പോലെയാണ് എഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അങ്ങനെയാണ്. എന്തായാലും നല്ലൊരു ഹോൾഡ് സിനിമയ്ക്ക് ഉണ്ട് ഈ ഒരു വീക്കെൻഡിൽ, ഈ ഒരു വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ പോലും. ഓൾമോസ്റ്റ് 50 കോടി എന്തായാലും നാളത്തോടാകുമെന്നാണ് എക്സ്പെക്ടേഷൻസ് കാണുന്നത്. എന്തായാലും 95 കോടിയാണ് പടത്തിന്റെ ബഡ്ജറ്റ്. വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ റൈറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് 39,50,00,000 അടുത്തെങ്ങാണ്ടാണ്. നിലവിൽ തമിഴ്നാട് ഷെയർ സിനിമയ്ക്ക് 11 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 12 കോടിയിലോട്ട് പോവുകയാണ്. വേൾഡ് വൈഡ് ഷെയർ ഓൾമോസ്റ്റ് 22 കോടി ആയിട്ടുണ്ട്. പിന്നെ തിയേറ്ററിക്കൽ റിക്കവറി ഓൾമോസ്റ്റ് 55% ആയിട്ടുണ്ട്. ടോട്ടൽ ബഡ്ജറ്റ് റിക്കവറി ഓൾമോസ്റ്റ് 23%. ഇനി നമുക്ക് ഹയസ്റ്റ് ഗ്രോസിംഗ് തമിഴ് സിനിമാസ് ഈ വർഷം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ LIK എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ വിത്ത് ലവ്, അതുപോലെ തന്നെ ഡബിൾ ടി എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷനൊക്കെ തകർത്തിട്ടുണ്ട് നിലവിൽ. എന്തായാലും TTT അതുപോലെ തന്നെ വിത്ത് ലവ് സിനിമകൾക്കൊക്കെ ഓൾമോസ്റ്റ് 40 കോടിയുടെ അടുത്താണ് കളക്ഷൻ. LIK നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 46 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം 4ാം സ്ഥാനമാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഹയസ്റ്റ് ഗ്രോസിംഗ് ആയിട്ട്. എന്തായാലും യൂത്ത് സിനിമ ഉണ്ട് അവിടെ ഇപ്പോഴും 75 കോടി ആയിട്ട്. പിന്നെ പരാശക്തി 83 കോടി, തായ്ക്കിളവി 83 കോടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും LIK എന്ന സിനിമ ഒരു 100 കോടി സിനിമയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് മനസ്സിലാവും. കാരണം നിലവിലെ സിനിമയുടെ കളക്ഷൻ ഒരു ഹോൾഡ് ഉണ്ട്, കുഴപ്പമില്ലാത്ത. എന്തായാലും വീക്കെൻഡ് ആകുമ്പോൾ സിനിമയ്ക്ക് നല്ലൊരു ബോക്സ് ഓഫീസ് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. പടം കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുക. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ പ്രദീപ് രംഗാനാഥന്റെ LIK സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിന് പക്ഷേ എല്ലാവരും ഇത് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.